നമസ്കാരം, ഐ എം ഫൗസിയ, നെസ്റ്റ് കരിയർ കൺസൾട്ടന്റ് ഫ്രം ലൈവ് ആൻഡ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ്. നെസ്റ്റ് പരീക്ഷ പാസ്സാകാൻ ഹ്യൂജ് സിലബസ് പഠിച്ചു തീർക്കണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ പരീക്ഷ നിങ്ങളുടെ അറിവിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ചിന്താശേഷിയാണ് അളക്കുന്നത്. എങ്ങനെയാണെന്നല്ലേ നോക്കാം. ദ 3 പാറ്റേൺസ്. നെസ്റ്റ് പേപ്പറുകളിൽ പ്രധാനമായും 3 തരം ചിന്താരീതികളാണുള്ളത്. ഫസ്റ്റ് വൺ, കൺസെപ്റ്റ് ട്രാൻസ്ഫർ. അതായത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചൊരു കാര്യം ചിലപ്പോൾ ബയോളജിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടി വരും. സെക്കൻഡ് വൺ, ക്രോസ് സബ്ജക്ട് ലിങ്കേജ്. സയൻസിനെ പല വിഷയങ്ങളായി കാണാതെ ഒറ്റൊരു യൂണിറ്റായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നവർ ടെസ്റ്റ് ചെയ്യുന്നു. തേർഡ് വൺ, ഇൻകംപ്ലീറ്റ് ഇൻഫോർമേഷൻ. ഏറ്റവും രസകരമായ കാര്യം, എല്ലാ വിവരങ്ങളും അവർ നൽകില്ല, ബാക്കി നിങ്ങൾ ലോജിക് ഉപയോഗിച്ച് കണ്ടെത്തണം. ഇവിടെയാണ് ഇന്റലക്ച്വൽ പേഷ്യൻസ് വരുന്നത്. ചോദ്യം കാണുമ്പോൾ തന്നെ പേടിച്ച് പാനിക് ആകുന്നവർ തോറ്റുപോകും. എന്നാൽ ഇതൊരു പസിൽ പോലെ കൗതുകത്തോടെ സമീപിക്കുന്നവർക്ക് ഉത്തരം കണ്ടെത്താൻ എളുപ്പമായിരിക്കും. സിലബസ് പഠിച്ചു തീർക്കുന്നവനല്ല, ക്ഷമയോടെ ചിന്തിക്കുന്നവനാണ് ഇവിടെ വിജയി. ഇനി പാരന്റ്സിന് വേണ്ടി സിമ്പിൾ ആയൊരു കാര്യം പറയാം. കുട്ടിയോട് ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കുക എന്നതല്ല നെസ്റ്റ് എക്സാമിന്റെ രീതി. മറിച്ച് കുറച്ച് വെജിറ്റബിൾസും അരിയും മാത്രം കൊടുത്തിട്ട് ഇതുകൊണ്ട് നിനക്ക് എന്ത് മികച്ച വിഭവം ഉണ്ടാക്കാൻ കഴിയും എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് നെസ്റ്റ്. കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ അളക്കുന്നത്. അപ്പോൾ വെറും കാണാപ്പാഠം പഠിക്കുന്നത് നിർത്തി ചിന്തിച്ചു തുടങ്ങാം, അല്ലേ? നെസ്റ്റിലെ ഒരു ചോദ്യം എങ്ങനെ ഒരു പാരന്റിനെ വിശദീകരിച്ചു കൊടുക്കാം എന്ന് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യൂ. താങ്ക് യു.